ഒരു നബിദിന റാലി ഇപ്രാവശ്യത്തെ നബിദിന റാലിയാണ്. അതുകൊണ്ട് നിങ്ങൾ അതുകൂടി ഒന്ന് ദർശിച്ചു കഴിഞ്ഞാൽ ആ സംശയം അങ്ങ് നീങ്ങിക്കിട്ടും. ഇസ്ലാമിക സമൂഹത്തിനും ലോകത്തിനും വഴികാട്ടിയായിരുന്ന മുഹമ്മദ് നബിയുടെ 1435 ജന്മദിനമാണെന്ന് മലപ്പുറത്ത് വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. പ്രവാചക തിരുമേനിയുടെ 1450 ജന്മദിനമാണ് നടക്കുന്നത്. ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്നത് പ്രവാചക തിരുമേനിയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് സമൂഹത്തിന് നൽകുക എന്നുള്ളതാണ്. പ്രവാചകർ വർഗീയവാദിയോ തീവ്രവാദിയോ ആയിരുന്നില്ല എന്നല്ല, വിഭാഗീയതയോ തീവ്രവാദിയോ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. മറിച്ച് പ്രവാചകർ എപ്പോഴും നീതിക്കും സത്യത്തിനും ഒപ്പമായിരുന്നു. മഅദിനുൽ സഖാഫത്ത് ഇസ്ലാമിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നബിദിന റാലിക്ക് ഇബ്രാഹിം മുൽ ഖലീൽ ബുഖാരി തങ്ങൾ നേതൃത്വം നൽകി. പണ്ഡിതരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ നബിദിന റാലിയിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് മണക്കാട്, കേശവദാസപുരം പള്ളികളിൽ നബിദിനത്തോടനുബന്ധിച്ച് അന്നദാനം സംഘടിപ്പിച്ചു. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം, മലപ്പുറം. ഖുറാഫികൾ പ്രവാചകനെ സ്നേഹിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നതിനും മനുഷ്യ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിനും ഈ ദിവസം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്രിസ്ത്യാനികൾ ഉണ്ണിയേശുവിനെ അവതരിപ്പിക്കുമ്പോൾ, അഹിന്ദവർ ഉണ്ണികൃഷ്ണനെ അവതരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു ഉണ്ണി മുഹമ്മദിനെ അവതരിപ്പിച്ചുകൂടാ? ഇജ്തിഹാദ് നടത്തി കിയാസാക്കിയെടുത്ത ഉണ്ണി മുഹമ്മദിനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവരുടെ കിയാസിന്റെ രൂപം. ആരാധനക്കായി സ്ത്രീകൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരുന്നത് ഹറാമാണെന്ന് പറയുന്ന പുരോഹിത വർഗം സ്ത്രീകളുടെ ഘോഷയാത്രയാണ് നബിദിനത്തിന്റെ പേരിൽ നടത്തുന്നത്. നബിദിന റാലിയിൽ മുതിർന്ന സ്ത്രീകൾ പങ്കെടുക്കുന്ന റാലി നേരിൽ കാണുക. സഹോദരങ്ങളെ,